ഇതായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും അൺപ്രൊഫഷണൽ ഇന്റർവ്യൂ. കാരണം ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ്. നമസ്കാരം. എന്താ ഏറിപ്പോയ ഒരാൾ ഇന്റർവ്യൂ എടുക്കുന്നു, അയാളെ ഏറിയും താഴെ ഇറങ്ങുന്നു. ആ ഇന്റർവ്യൂ എടുത്ത ആൾ വീണ്ടും ഏറി പോകുന്നു, അയാളെ മറ്റേ ആൾ ഇന്റർവ്യൂ എടുക്കുന്നു. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ആക്റ്റീവ് ആണ്, അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്, ആളുകൾക്കൊക്കെ അറിയാം. അപ്പം അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടിയാണ്. എന്തായാലും അച്ഛൻ ബ്ലൈൻഡ് ആൻഡ് പാരലൈസ്ഡ് ആണ്. അമ്മയ്ക്ക് ഏജ് ഉണ്ട്. അമ്മ ഈസ് നിയർലി 70s. മോളായിട്ട് ഞാൻ ഒറ്റ മോളേ ഉള്ളൂ. ഹെൽപ്പ് ചെയ്യാൻ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ അങ്ങനെ ആരും എന്റെ ജീവിതത്തിൽ ഇല്ല. അതുകൊണ്ട് എനിക്ക് എന്താണെങ്കിലും തോറ്റ് പിന്മാറാൻ പറ്റത്തില്ല. ഒരു പുള്ളി എനിക്ക് മെയിൽ അയച്ചേക്കുക, എനിക്ക് റോക്സിനെ ഭയങ്കര ഇഷ്ടമാണ്, ഇംഗ്ലീഷിലാട്ടോ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ വെളിയിൽ എങ്ങാണ്ടുള്ളതാണ്, നമുക്ക് വേണമെങ്കിൽ വേറൊരു ഡെസ്റ്റിനേഷനിൽ മീറ്റ് ചെയ്യാം. എന്താണ് പൈസക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ പറയണം. അത് പ്രപ്പോസൽ ആണോ അത് എന്തോ ആണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് പറയാം വേണമെങ്കിൽ 25 ലക്ഷം അക്കൗണ്ടിലോട്ട് അയച്ചു തരും. എന്റെ പൊന്നെ ചേട്ടാ. ഇതുവരെ സ്റ്റുഡിയോ സെറ്റപ്പിന് വേണ്ടി എത്ര എമൗണ്ട് ചെലവാക്കി? 3 വർഷം മുമ്പ് ഞാൻ ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു. അതിന് 64,000 രൂപ അന്നത്തെ വാല്യൂ. ASUS-A15, പിന്നെ 100 രൂപയുടെ 2 റിംഗ് ലൈറ്റ്, ഒരു 80 രൂപയുടെ ഇലുമിനേഷൻ ബൾബ്, പിന്നെ ബാക്കിൽ ഓടുന്ന ലൈറ്റ്, അതിനൊരു 200 രൂപ കാണും. എല്ലാം കൂടെ ഒരു 67 രൂപ, 67 രൂപ അത്രേ ഉള്ളൂ. ചില ആളുകൾ ആ ഒരു പ്ലാറ്റ്ഫോം മിസ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നേക്കഡായിട്ട് വന്നിരിക്കുക, അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കാണിക്കുക. അതിനകത്തൊരു ചുരുണ്ട മുടിയുള്ള ഒരുത്തനുണ്ട്. അവൻ ഇത് തന്നെയാണ് നീ കാണുന്നുണ്ടെങ്കിൽ നിനക്ക് നാണമില്ലേ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കും, നാണമില്ലേ നിനക്ക്? അത് വീട്ടുകാരുടെ അശ്രദ്ധയാണ്. വീട്ടുകാർക്ക് നോക്കാൻ വയ്യ. എന്താണ് ശരിക്കും എന്താ നിങ്ങളുടെ തിരുവല്ലയ്ക്ക് പ്രശ്നം? തിരുവല്ല വന്നാലും എന്ത് ഫുഡ് ഉണ്ടാവും, എവിടെ സജസ്റ്റ് ചെയ്യും? എനിക്ക് പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമേ എനിക്ക് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ജനറലി ഒരു ഫണ്ണായിട്ട് പറഞ്ഞു ഒരു കാര്യമാണ്, അത് പെട്ടെന്ന് തീ പോലെ അങ്ങ് പടർന്നു. അപ്പൊ റീസെന്റ് ബസ്സിലൊരു ഇഷ്യൂ വന്ന സമയത്ത് ഷിംജിതയുടെ ശരിക്കും സ്ത്രീകൾ ഈ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്ന പോലെ തോന്നുന്നുണ്ടോ? ആ പുള്ളിക്കാരൻ ഇന്നസെന്റ് ആണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ആ വീഡിയോ കണ്ടപ്പോഴും. റീച്ചിന് വേണ്ടിയിട്ട് ഒരു ഇല്ലാത്തൊരാളുടെ എന്താ പറയുക, ഒരാളെ മോശക്കാരനൊക്കെ ചിത്രീകരിക്കുന്നത് ആണിനായാലും പെണ്ണിനായാലും മോശം തന്നെയാണ്. നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഷോക്കായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈഗിൾ റീസെൻ്റ്ലി പുറത്തു വിട്ടത്. വീട്ടിലുള്ള അമ്മ, പെങ്ങൾ, ഭാര്യ, അവരുടെ സാധാരണ ഫോട്ടോസ് തന്നെ അത്രയും സെക്ഷലൈസ് ചെയ്ത് ടെലിഗ്രാം ഗ്രൂപ്പ്സിലൊക്കെ ഇടുന്ന ഒരു സാധനം. നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന അമ്മമാരില്ലേ, ഈ അമ്മമാരുടെ വീഡിയോസ് വളരെ ചായ കൊടുക്കാൻ വരുന്നതും ഫുഡ് തരാൻ വരുന്നതും കിച്ചണിൽ കുക്ക് ചെയ്യുന്നതും ഒക്കെ എടുത്തു വെച്ചിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കുലർ ഗ്രൂപ്പാണ് അമ്മ എന്ന് പറയുന്ന ഗ്രൂപ്പ്. പുള്ളി ആക്ച്വലി ഫൈറ്റ് ചെയ്ത് അവരുടെ വീട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ സ്ട്രീമിങ്ങിനകത്തുള്ള ഒരുപാട് പെണ്ണുങ്ങളുടെ കണ്ടന്റ്സും അതിനകത്തുണ്ട്. ഇത് ഈ ഇടയ്ക്ക് നടന്ന കാര്യമല്ല, ഇത് കുറച്ച് നാൾ മുന്നേ മുതലുള്ള കാര്യമാണ്. പെണ്ണാണിന്റെ സുഖത്തിന് വേണ്ടിയുള്ള ഒരു വസ്തുവെ സെക്ഷൽ ഒബ്ജക്ട്. ഇവരെ പോലത്തെ ആൾക്കാർ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി ഇടുമ്പോൾ ഉണ്ടല്ലോ, ഇതിലേക്ക് വന്നു ചേരുന്ന പിള്ളേരുണ്ട്. ഇവരെ ഈ കൾച്ചറിലോട്ടും ഇങ്ങനത്തെ തോട്ട്സിലോട്ടും ഇൻജക്ട് ചെയ്ത് വെച്ചു കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഗൈസ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ആരും സ്പീക്കപ്പ് ചെയ്യണില്ല, ആരും എന്താ സംസാരിക്കാത്തെന്ന് അറിഞ്ഞൂടാ. ഇതൊക്കെ കുറെ പേർക്ക് അറിയാം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇതായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും അൺപ്രൊഫഷണൽ ഇന്റർവ്യൂ. കാരണം ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ്. വെൽക്കം. നമസ്കാരം. എന്താണോ? നമസ്കാരം. ഞങ്ങൾ കുറേ സമയമായിട്ട് ഇൻട്രോ എടുക്കാൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നടപടി ആവുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ വിചാരിക്കും അവൾ എന്നെ ഇന്റർവ്യൂ എടുക്കുന്നു, ഞാൻ അവളെ ഇന്റർവ്യൂ എടുക്കുന്നു, നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി എന്ന് വിചാരിക്കും. യെസ്. എന്തുണ്ട് വിശേഷം? എങ്ങനെയുണ്ട് എയറിൽ പോയിട്ട്? നല്ല രസമുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല വൈബായിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ആസ്വദിച്ചോ എയറൊക്കെ? എടി ഏറെ പണ്ട് മുതലേ ആസ്വാദനമാണല്ലോ. ഏറെ നാണല്ലോ എന്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഏറെ തന്നെയാണല്ലോ ഞാൻ. എന്താ ഏറിപ്പോയ ഒരാൾ ഇന്റർവ്യൂ എടുക്കുന്നു, അയാളെ ഏറിയും താഴെ ഇറങ്ങുന്നു. ആ ഇന്റർവ്യൂ എടുത്ത ആൾ വീണ്ടും ഏറി പോകുന്നു, അയാളെ മറ്റാൾ ഇന്റർവ്യൂ എടുക്കുന്നു. അതൊരു ലൂപ്പാന്ന് എനിക്ക് തോന്നുന്നത്. അതെ, ഇത് ഇതോടുകൂടി അവസാനിക്കട്ടെ. അതെ, സത്യം. അല്ല, അവസാനിക്കാൻ പാടില്ല. നോ, മോശമല്ലേ? നമ്മൾ ഏറി നിന്നാലല്ലേ അതിനൊരു വൈബ്രൻസി ഉണ്ടാവും. എന്നാ നീ പൊക്കോ. ഓക്കെ, കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും. എനിക്ക് തോന്നുന്നു നമ്മള് കുറെ നാളായിട്ട് ഫ്രണ്ട്സ് ആണ്. ഈ അടുത്താണ് നീ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ തീരുമാനിച്ചത്. അപ്പൊ ഈ ഗെയിമിംഗ് തന്നെ സെലക്ട് ചെയ്യാനുള്ള റീസൺ എനിക്കറിയാം. ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടിട്ട് എന്താ റീസൺ? എനിക്കത് ഈഗോടെ പുറത്ത് സ്റ്റാർട്ട് ചെയ്തായിരുന്നു സ്ട്രീമിങ്. അത് ഒരാഴ്ചക്കുള്ളിൽ സെറ്റായി.
പിന്നെ അത് പ്രോപ്പറായിട്ട് വന്നു. പിന്നെ ഞാനും അതിൻ്റെ കൂടെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അത് അങ്ങനെ അങ്ങ് വന്നതാ. ഞാൻ പ്ലാൻഡ് അല്ലായിരുന്നു, അത് ജസ്റ്റ് ഈഗോയുടെ പുറത്ത് നടന്നു പോയതാ. എന്തായിരുന്നു ഈഗോ? അത് ഗെയിമിനകത്തൊരു ഇഷ്യൂ ഉണ്ട്. RP എന്ന് പറഞ്ഞൊരു ഗെയിമാണ് ഞാൻ കളിക്കുന്നത്, GTA 5. അപ്പോൾ അതിനകത്ത് ഈ ഗ്യാങ്സോ അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പം ഒരു ഗ്യാങ്ങുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടായപ്പോഴത്തേനും അവർ അതിനകത്തുള്ള ആൾക്കാർ സ്ട്രീമർ ആയിരുന്നു. അങ്ങനെ എനിക്ക് എന്തോ ജസ്റ്റ് ഒരു വാശി തോന്നി, ഞാൻ സ്ട്രീമിങ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ സ്റ്റാർട്ട് ചെയ്തു. സിമ്പിൾ, അങ്ങനെ വന്നതാ. പക്ഷെ പെട്ടെന്നായിരുന്നു ആ ഒരു ഗ്രോത്ത് അല്ലേ? അതിന്റെ ഇടയിൽ കുറച്ച് കോൺട്രവേഴ്സീസ് ഉണ്ടാവുന്നു, അതെ, ഇടയ്ക്കിടയ്ക്ക് ഏറി പോകുന്നു, പക്ഷെ താഴെ എത്തുന്നില്ല. അതെ, ഏറെ തന്നെയാണ് എൻ്റെ ജീവിതം. എനിക്ക് ആദ്യത്തെ കോൺട്രവേഴ്സി ഒരു ഇന്റർവ്യൂയിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതെ, ഏറ്റവും വലിയ കോൺട്രവേഴ്സി. എന്താണ് ശരിക്കും, എന്താ നിങ്ങളുടെ തിരുവല്ലയ്ക്ക് പ്രശ്നം? തിരുവല്ലയ്ക്ക് ആക്ച്വലി പ്രശ്നമായിട്ട് എല്ലാവർക്കും ഇൻഡിവിജ്വൽ അഭിപ്രായങ്ങൾ ഉണ്ടാകത്തില്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം എന്താ ഗവൺമെന്റ് ഭരിക്കുന്നുണ്ട്, പ്രതിപക്ഷം എന്താണ് ഓപ്പോസിറ്റ് സൈഡ്, സോറി പ്രതിപക്ഷം അല്ലല്ലോ, ഇതിപ്പോ ഭരണപക്ഷവും പ്രതിപക്ഷവും. അപ്പം എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഭരണപക്ഷം ചെയ്താലും പ്രതിപക്ഷക്കാർ കുറ്റം പറയത്തില്ല. നമ്മുടെ കേരളത്തിനെ പറ്റി തന്നെ എന്തെല്ലാം കുറ്റങ്ങൾ പറയുന്നു. അപ്പൊ അതിലൊക്കെ വെച്ചേക്കുമ്പോൾ അതിന്റെ 0.2% പോലും ഞാൻ പറയണ്ടില്ല. എനിക്ക് ഫുഡ് കഴിക്കാൻ സ്പോട്ട് എനിക്ക് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്യുന്നത്. അപ്പം അതെൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായം, ഞാൻ ജസ്റ്റ് പറഞ്ഞതാ. അവിടെ ഞാൻ ഒരു സ്ഥലം പറഞ്ഞു, ഒരു ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു. അത് ബാക്കിയുള്ള കുറച്ച് ഹോട്ടൽസ് ഉള്ളവർക്ക് ട്രിഗറായി കാണാം. അതുകൊണ്ടിട്ടായിരിക്കും അത് വലിയൊരു കോൺട്രവേഴ്സി ആയി തിരുവല്ലയിൽ. അതാണ് സംഭവിച്ചത്. നമ്മളൊരു സംഭവം പറഞ്ഞപ്പം അതും ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഹോട്ടലെ മാത്രം എടുത്തു പറഞ്ഞപ്പം അത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടായി. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ ലാസ്റ്റ് സ്ഥലത്തിന്റെ മാത്രം അത് ഫുള്ള് കട്ട് ചെയ്തു. അത് എന്താ പറയാ, ആൾക്കാർ ഇങ്ങനെ പാർട്ടല്ലേ കട്ട് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിനകത്ത്, മൊത്തം വീഡിയോ കാണുന്നില്ല. അപ്പം ഞാൻ മോശമായി പറഞ്ഞ പോയിന്റ് മാത്രം എടുത്തു വെച്ചു. പക്ഷേ അതിനകത്ത് എത്ര പേര് ആ ഹോൾ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അതാണ് സംഭവിച്ചത്. ശരിക്കും അങ്ങനെ ആ ഒരു സ്ഥലത്തിനെ മോശമാക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. അല്ല, അത് ഫുഡിനെ പറ്റിയാ ചോദിച്ചേ. തിരുവല്ല വന്നാൽ എന്ത് ഫുഡ് ഉണ്ട്, എവിടെ സജസ്റ്റ് ചെയ്യും? എനിക്ക് പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമേ എനിക്ക് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ജനറലി ഒരു ഫണ്ണായിട്ട് പറഞ്ഞു ഒരു കാര്യമാണ്, അത് പെട്ടെന്ന് തീ പോലെ അങ്ങ് പടർന്നു. അതാണ് സംഭവിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നു ചില വീഡിയോസിന്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെ, അത് ബയാസ്ഡ് ആണ്. ബട്ട് സ്റ്റിൽ ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ ഞാൻ സ്ത്രീ ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ ഉള്ളവർ പലരും പല പല സ്ഥലങ്ങളെ പറ്റി മോശം പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ അത് ഭയങ്കര ഇമ്പാക്റ്റ് ആയി. അതെന്താ സ്ത്രീ ആയതുകൊണ്ടെന്ന് പറയാനുള്ളൊരു കാരണം ഞാൻ പറഞ്ഞപ്പോഴാണ് ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ആയത്. എന്നെ കുറ്റം പറഞ്ഞ യൂട്യൂബേഴ്സ് ഉൾപ്പെടെ നമ്മുടെ നാട്ടിലുള്ള പല സ്ഥലങ്ങളെയും പറ്റി കുറ്റം പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ അത് വലിയ പ്രശ്നമായി. അതെനിക്ക് മനസ്സിലാവില്ല എന്താന്ന്. ഈ സ്ത്രീയാന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ആക്ച്വലി ഇങ്ങനെ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റീൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ബസ്സിലൊരു ഇഷ്യൂ വന്ന സമയത്ത് ഷിംജിതയുടെ, അപ്പം നമ്മളെല്ലാവരും പല ആൾക്കാരും പല പെർസ്പെക്റ്റീവിൽ വീഡിയോസ് ഇട്ടു. അപ്പം നീ ഒരു വീഡിയോസ്, നീന്ന് വിളിക്കുന്നത് എൻ്റെ അത്രയും ക്ലോസസ്റ്റ് കുറേ നാളായിട്ട് അറിയുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടാണ്. ചില ആൾക്കാർ കമൻറ്റ് ചെയ്യും, ഗസ്റ്റിന് എന്താ ബഹുമാനം ഇല്ലാണ്ട് നീന്ന് വിളിക്കുന്നത്. അപ്പം ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കും ആ ഒരു സാധനത്തിൽ നിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അത് തന്നെയായിരുന്നു. ശരിക്കും സ്ത്രീകൾ ഈ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്ന പോലെ തോന്നുന്നുണ്ടോ? എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെയല്ല. നമ്മൾ പെണ്ണുങ്ങളായിട്ട് നിൽക്കുമ്പോഴത്തേനും ഒരുപാട് മോശം അനുഭവങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് എല്ലാ ആണുങ്ങളും നല്ലവരാവുന്നതും ഇല്ല, എല്ലാ പെണ്ണുങ്ങളും മോശക്കാരാവുന്നില്ല. എനിക്ക് ആ ഒരു സംഭവത്തിനകത്ത്, ആ ഇഷ്യൂവിനകത്ത് ക്യാച്ച് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ആ പുള്ളിക്കാരൻ ഇന്നസെൻ്റ് ആണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ആ വീഡിയോ കണ്ടപ്പോഴും. അപ്പം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളെ മോശക്കാരനാക്കി റീച്ച് ആവുന്നത് നല്ലതാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പുള്ളിക്കാരത്തേക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരത്തേക്ക് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാം, എന്താണല്ലോ നിയമമുണ്ട് നമുക്ക്. പക്ഷേ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളെ വിൽക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതായിരുന്നു ഞാൻ വ്യക്തമാക്കിയിരുന്നത്. ഒബ്വിയസ്ലി നമുക്കെതിരെ ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതിനെല്ലാം നമ്മൾ റെസ്പോണ്ട് ചെയ്യണം എന്ന് വിചാരിച്ച് റീച്ചിന് വേണ്ടിയിട്ടൊരു ഇല്ലാത്തൊരാളുടെ എന്താ പറയുക, ഒരാളെ മോശക്കാരനാക്കി ചിത്രീകരിക്കുന്നത് ആണിനായാലും പെണ്ണിനായാലും മോശം തന്നെയാണ്. അപ്പം നാളെ ഒരു ദിവസം ആണുങ്ങൾക്ക് നമ്മളെ തിരിച്ച് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ഇന്നസെൻ്റ് ആയിട്ടൊരു സ്ത്രീയെ നാളെ ഒരു ദിവസം ആൾക്കാർ പറഞ്ഞു തുടങ്ങുകയും ചെയ്യും. അപ്പം നമ്മുടെ സൈഡ് ക്ലിയർ ആവണ്ടേ, അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊക്കെ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഞാനും നീയും ഇത് കാണുന്ന പല ആൾക്കാരും. അപ്പോൾ ഈ പറയുന്ന പല സിറ്റുവേഷൻസ് നമുക്കും എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഫേസ് ചെയ്യേണ്ടി വന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇപ്പോഴും അത് സ്റ്റിൽ ഇത്രയും വലിയ ഇഷ്യൂസ് ഉണ്ടായിട്ടും ആ ഒരു സംഭവങ്ങൾ സ്റ്റിൽ ഈ ബസ്സുകളിൽ നടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, ബസ്സിൽ മാത്രമല്ല ട്രെയിനിലും ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ട്രെയിനിലാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം, ഒരു ദീപക്കിന് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പം പെണ്ണുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ബസ് വരിക, പെണ്ണുങ്ങളെ ഭയങ്കരമായിട്ട് അങ്ങ് അടിച്ചാക്ഷേപിക്കുന്ന രൂപത്തിൽ ഭയങ്കര രീതിയിൽ നടക്കുന്നുണ്ട്.
പക്ഷെ നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കുമ്പോഴോ, ഞാൻ ഒരിക്കലും ആരെയും കുറ്റം പറയല്ല. നമ്മളെന്തൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗോവിന്ദച്ചാമിയുടെ കേസ്, അത് ട്രെയിനിലല്ലേ നടന്നേ. നമ്മൾ പറയുന്നുണ്ടോ പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ട്രെയിൻ വേണം, എല്ലാ ആണുങ്ങളും മോശക്കാരാണ്? ഇല്ലല്ലോ. അപ്പം ആ ഒരു പോയിന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുന്ന പല ആളുകളും അങ്ങനത്തെ റീൽസ് ഒക്കെ റീഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ നാട്ടില് ബോയ്സിന്റെ സിറ്റുവേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഞാൻ അത് സ്ത്രീകളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതുകൊണ്ട് ഈ ഒരു വിഷയം കണക്ട് ചെയ്തതാണ്. ഇപ്പം തിരുവല്ല ഇഷ്യൂ കഴിഞ്ഞു, അതിനുശേഷം ഭയങ്കര രീതിയിൽ സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും ആൾക്കാർ കമന്റ് ബോക്സിൽ വന്നിട്ട് ഈ ഒരു സാധനം തന്നെ എടുത്തിടുന്ന ഒരു സിറ്റുവേഷൻ വന്ന. സൈബർ ബുള്ളിങ്ങിന്റെ ആ ഒരു എക്സ്ട്രീം അവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നാലും നീ അത് എങ്ങനെയായിരുന്നു ഓവർകം ചെയ്തത്? ഞാനത് ലീഗലി മൂവ് ചെയ്തു. ഞാൻ ആക്ച്വലി റെസ്പോണ്ട് ചെയ്തില്ല ആദ്യം. ഒരുപാട് പേര് ചോദിച്ചു എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല. ഇൻഫാക്ട് എൻ്റെ പാരൻസിനെ വരെ കണ്ടന്റ് ഇട്ട് റീച്ച് ആക്കാൻ നോക്കി. അപ്പം അത്രയും എക്സ്ട്രീമിൽ കാര്യം പോയപ്പോൾ ഞാൻ നേരെ കൊണ്ട് സൈബറിൽ കൊണ്ട് കേസ് ഫയൽ ചെയ്തു. അങ്ങനെ അവർ ഫോളോ അപ്പ് ചെയ്തൊരു 1 മന്തിനുള്ളിൽ വിളിച്ച് ആൾക്കാരെ എല്ലാവരെയും വിളിച്ച് സംസാരിച്ചു. അങ്ങനെ കണ്ടിട്ട് ഇഗ്നോർ ചെയ്ത് മാറ്റുമായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ ഓവർകം ചെയ്തത്. ഇങ്ങനത്തെ ഇഷ്യൂസ് ഇനിയിപ്പോൾ നാളെ ഒരു ഇപ്പം അറിയാമല്ലോ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിനകത്തും യൂട്യൂബിനകത്തും ഒക്കെ ആൾക്കാരെ പറ്റി മോശം പറയുന്നതാണ് എല്ലാവരും ഇപ്പോൾ റീച്ച് വാങ്ങിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ആൾക്കാർ ഇല്ലാത്ത കാര്യം നമ്മളെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, നമ്മുടെ അടുത്ത് ന്യായം കൊണ്ട് നമുക്ക് സൈബറിൽ പോവാം. ഞാൻ അങ്ങനെയാണ് ഇത് ഓവർകം ചെയ്തത്. ഈ ഗെയിമിംഗ് എന്ന് പറയുമ്പോഴേ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പറയാറുള്ളൊരു കാര്യം, അതിൻ്റെ അകത്ത് നടക്കുന്ന ഇപ്പം അത് വേറെ തന്നെ ഒരു ലിറ്ററലി വേറൊരു യൂണിവേഴ്സാന്ന് പറയാം. അതിൽ നിങ്ങൾ ഓരോ ക്യാരക്ടേഴ്സ് വെച്ച് ഗെയിം കളിക്കുന്ന, അവിടെ കുറേ ഇഷ്യൂസ് ഉണ്ടാവുന്നു. അപ്പം അവിടെ ഉണ്ടാവുന്ന ഇഷ്യൂസിൻ്റെ അത്രയും ഇൻറ്റൻസിറ്റിയിലായിരിക്കില്ല ചിലപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ കേസ് കൊടുത്തെന്ന് പറഞ്ഞാൽ ചില മാറ്റേഴ്സൊക്കെ അതിൻ്റെ അകത്ത് വലിയ വലിയ ഇഷ്യൂസും ഭയങ്കര കുറേ നാളത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ പുറത്തേക്ക് വരുന്നത് അതിൻ്റെ ഒരു 0.1% കാര്യങ്ങളായിരിക്കും. അതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് വരുന്നതല്ലേ പുറത്തേക്ക്. ശരിക്കും പറഞ്ഞാൽ ഗെയിമിനകത്തുനിന്ന് എനിക്കൊരു ഒറ്റ സിറ്റുവേഷൻ മാത്രമേ വെളിയിലോട്ട് കൺവേർട്ടായി വന്നിട്ടുള്ളൂ. അത് ബേസിക്കലി ഗെയിമിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവരാൻ പാടില്ല എന്നാണ്. പക്ഷേ നമ്മൾ ഗെയിമാണ് കളിക്കുന്നതെങ്കിലും പല സമയത്തും ആൾക്കാർക്ക് അത് ഇൻഡിവിജ്വലി ഹേർട്ടാവും. അങ്ങനെ പല കാര്യങ്ങളും വെളിയിൽ വരും. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വെളിയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്കത് വെളിയിൽ പുറത്തു വിടാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടോ? ടാർഗറ്റിംഗ് എന്നുള്ള പരിപാടി അതിലിങ്ങനെ ഗ്രൂപ്പീസ് ഉണ്ടോ? ഇപ്പൊ നമ്മളിങ്ങനെ സിനിമയിലൊക്കെ പറയല്ലേ ഇപ്പോൾ കിഡ്സ് അവർ വലിയ ഗ്രൂപ്പ്സ് ആണ് അങ്ങനെയൊക്കെ. അതേപോലെ ഗെയിമിങ്ങിന്റെ അകത്ത് അങ്ങനെ ഒരു ഇന്ന ഗ്രൂപ്പുകളുണ്ട്, അവരാണ് അവിടെ മെയിൻ ആൾക്കാർ. പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അഥവാ അവർ കയറി വന്നു കഴിഞ്ഞാൽ അവരെ ചവിട്ടി താഴ്ത്താൻ അവിടെ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ വലിയ വലിയ ആൾക്കാരുടെ അടുത്തൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. വലിയ ആൾക്കാരുടെ അടുത്തൊന്നും. പക്ഷേ ഈ സൈഡിൽ കൂടെ നടക്കുന്ന ഈ പൊട്ടും തെരിയും പോലത്തെ ആൾക്കാരുടെ അടുത്തൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടി മുളച്ചൊരു പെണ്ണ് പെട്ടെന്ന് സ്ട്രീമിങ്ങിൽ ബൂമിങ് ആയി വരുന്നു. സ്പെസിഫിക് ഗെയിം കളിച്ചൊന്നുമല്ല ഞാൻ കയറുന്നത്. പെട്ടെന്ന് ഒരാഴ്ച മാത്രമേ സ്ട്രീം ചെയ്തിട്ടുള്ളൂ ഗെയിം. ബാക്കി അതിനുശേഷം മൊത്തം ഞാൻ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വെച്ചിട്ടും റിയാക്ഷൻ വെച്ചിട്ട് പിടിച്ചിരുന്നത്. പെട്ടെന്ന് എടുത്ത് കയറി വന്നപ്പം എന്താ പറയുക, ഒരു സർക്കിൾ ഓഫ് ആൾക്കാർ ടാർഗറ്റ് ചെയ്യുന്ന പോലെ പയ്യാണ് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയത്. പക്ഷെ ടുവേർഡ്സ് ദ എൻഡ് അത് ഭയങ്കര മോശമായിട്ടായിരുന്നു എന്നെ അഫക്റ്റ് ചെയ്തത്. പലരും ഇങ്ങനെ വരുമ്പം എല്ലാം ഒഴിപ്പിച്ച് വിടണമെന്ന് പറയുമ്പോഴും നമ്മൾ റിയാക്ട് ചെയ്യാതിരിക്കുന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. നമ്മൾ ആദ്യമേ ടാർഗറ്റ് ചെയ്യുമ്പോൾ റിയാക്ട് ചെയ്യണമായിരുന്നു. പക്ഷെ നമുക്ക് ആ സമയത്ത് അറിയില്ല ഇവർ നമ്മളെ ടാർഗറ്റ് ചെയ്യുക. നമ്മൾ പുതിയ ആൾക്കാരല്ലേ, നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് പാതി വഴി കിട്ടേച്ച് പോകേണ്ടി വന്ന ആൾക്കാരും ഉണ്ട്. ബിക്കോസ് ചവിട്ടി താത്തും വേണം എന്നുള്ളവർ ചവിട്ടി താത്താലോ. ഈ ഗെയിമേഴ്സിൽ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഗെയിമിംഗ് ട്രെൻഡായിട്ട് കൊണ്ടുവന്ന കുറച്ച് ആളുകളുണ്ട്. ഇപ്പൊ ഈഗിൾ, കാസ്ട്രോ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതേപോലെ ഗെയിമിംഗ് ഫീൽഡിൽ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എന്നെ ഉണ്ട്. എനിക്ക് മെന്നറ്റാംസ് ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ, ജോക്കി എണ്ണൻ, കാറ്റി ഗെയിമിംഗ്, ഇവരങ്ങനെ ഒരുപാട് സപ്പോർട്ടുണ്ട്. ബ്രാവോ ഗെയിമിംഗ്, ഇവരൊന്നും കുറേ പേർക്ക് ഒരുപാട് പേരിലോട്ട് എത്തിയിട്ടില്ലെങ്കിലും ഇവരൊക്കെ മെയിൻ സംഭവങ്ങളാണ്. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈഗിൾ ഗെയിമിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഇപ്പം റീസെൻ്റ്ലി നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഷോക്കായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈഗിൾ റീസെൻ്റ്ലി പുറത്തു വിട്ടത്. ടെലിഗ്രാം ഗ്രൂപ്പ്സിൽ വീട്ടിലുള്ള അമ്മ, പെങ്ങൾ, ഭാര്യ, അവരുടെ സാധാരണ ഫോട്ടോസ് തന്നെ അത്രയും സെക്ഷലൈസ് ചെയ്ത് ടെലിഗ്രാം ഗ്രൂപ്പ്സിലൊക്കെ ഇടുന്ന ഒരു സാധനം, അത് കണ്ടായിരുന്നു? അത് ഓൾറെഡി എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പുള്ളി ആക്ച്വലി ഫൈറ്റ് ചെയ്ത് അവരുടെ വീട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ സ്ട്രീമിങ്ങിനകത്തുള്ള ഒരുപാട് പെണ്ണുങ്ങളുടെ കണ്ടൻസും അതിനകത്തുണ്ട്. ഇത് ഈ ഇടയ്ക്ക് നടന്ന കാര്യമല്ല, ഇത് കുറച്ച് നാൾ മുന്നേ മുതലേ ഉള്ള കാര്യമാണ്. അപ്പം പുള്ളിനെ ആൾക്കാർക്ക് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. പുള്ളിയുടെ ഇൻഡിവിജ്വൽ നീഡിന് വേണ്ടി മാത്രമല്ല ഫൈറ്റ് ചെയ്ത്, ഒരുപാട് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു അത് കുറേ ആൾക്കാരെ പിടിക്കുകയും ചെയ്തു. അതിൻ്റെ പുറകിലുള്ള ആ രീതിയിലുള്ള കോൺവെർസേഷൻ നടന്നായിരുന്നു ഈഗിളായിട്ട്?
ഇല്ല, അതിനെപ്പറ്റി അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനും പുള്ളിക്കാരനും തമ്മിൽ. പക്ഷേ ഇത് മുന്നേ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ സംഭവം ഉണ്ട്, വളരെ കാഷ്വൽ ആയിട്ടുള്ള രീതിയിൽ. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ടെലിഗ്രാമിനകത്തൂടെ ആൾക്കാരെ വെളി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വലിയൊരു ടാസ്ക്കാണ്. നമുക്കിപ്പം ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ ഒക്കെ ആൾക്കാരെ ട്രാക്ക് ചെയ്യുന്ന പോലല്ല. ടെലിഗ്രാം എന്ന് പറയുമ്പോൾ പല പല നെറ്റ്വർക്ക്സ് വരെ കറങ്ങി പോകുന്ന കാര്യങ്ങളാണ്. അത് പെട്ടെന്ന് ആൾക്കാരെ ട്രാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനൊരു സംഭവമാണ് പുള്ളി ട്രാക്ക് ഡൗൺ ചെയ്തത്. അത് വലിയൊരു കാര്യമാണ്. ഇപ്പം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കറിയാം ഒരു 0 സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ നല്ല നല്ല ഗാഡ്ജറ്റ്സ് ആണെങ്കിലും കുറേ സ്റ്റുഡിയോ ഗെയിമിംഗ് സെറ്റപ്പിലേക്ക് മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ സ്റ്റുഡിയോ സെറ്റപ്പിന് വേണ്ടി എത്ര എമൗണ്ട് ചിലവാക്കി? ശരിക്കും ഒരു 3 വർഷം മുമ്പ് ഞാൻ ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു. അതിന് 64,000 രൂപ അന്നത്തെ വാല്യൂ. ASUS A15, പിന്നെ 100 രൂപയുടെ 2 റിംഗ് ലൈറ്റ്, പിന്നെ ഒരു 80 രൂപയുടെ ഇലുമിനേഷൻ ബൾബ്, പിന്നെ ബാക്കിൽ ഓടുന്ന ലൈറ്റ്, അതിനൊരു 200 രൂപ കാണും. എല്ലാം കൂടെ ഒരു 65,000 രൂപ, 67,000 രൂപ അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും ലോ ബഡ്ജറ്റിൽ ഓടുന്നത്. പക്ഷേ കുറെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറെ സാധനങ്ങൾ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എനിക്കൊരു മൈക്കും എനിക്കൊരു ചെയറും വാങ്ങിച്ചു തന്നിട്ടുണ്ട്. മൈക്ക് വാങ്ങിച്ചത് എന്നെയാണ്, എൻ്റെ ചെയർ വാങ്ങിച്ചത് സോബിൻ ചേട്ടൻ. ഗെയിമിംഗ്, ഇവർ 2 ഗെയിമിങ്ങിലുള്ളവരാണ്. അവരാണ് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതെ, എനിക്കാണ് ഏറ്റവും ലോ ബഡ്ജറ്റിൽ സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ട്രീമർ. ഇപ്പോഴും അതിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ കുറെ കൂടെ ആവട്ടെ. ഞാൻ കുറെ കൂടെ ഹസിൽ ചെയ്യാനുണ്ട്, ഞാൻ കുറെ കൂടെ എത്താനുണ്ട്. അതിനുശേഷം മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. നമ്മൾ പെട്ടെന്ന് ഇപ്പോഴത്തെ ഒരു ലെവലിൽ നിന്നിട്ട് ഒരു വലിയൊരു ഗെയിമിംഗ് സെറ്റപ്പ് ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഒരുപാട് വലിയ ഗെയിമിംഗ് സെറ്റപ്പ് ഉള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ നമ്മൾ കരിയറിൽ ഇച്ചിരി കൂടെ സെറ്റിൽ ആയിട്ട് ഇതൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. കുറേ ആളുകൾ പൊതുവേ എല്ലാവർക്കും ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് റീച്ചായി കഴിയുന്ന ആളുകൾ ലക്ഷങ്ങളാണ് വാങ്ങുന്നത്, പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ വേറെ ലെവലാണെന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട്. അതായത് യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം നേടുന്ന ആൾക്കാരുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ലക്ഷങ്ങൾ നേടുന്ന ആളുകളുണ്ട്. റിയാലിറ്റി ഇപ്പോൾ 10 പേര് നേടുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ആ ഒരു എമൗണ്ട് കിട്ടണമെന്നില്ല. അതേപോലെ തന്നെ സ്ട്രീമിങ്ങിലേക്ക് വരുമ്പോഴാണെങ്കിലും ഈ സ്ട്രീമിംഗ് മുഖേന സ്ട്രീം ചെയ്ത് മാത്രം ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്ത, വീട് വാങ്ങി, കാറ് വാങ്ങി, ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത കുറേ ആൾക്കാർ നമ്മുടെ മുന്നിൽ എക്സാമ്പിൾസ് ആയിട്ടുണ്ട്. അപ്പോൾ പൊതുവേ നിങ്ങളുടെ അതിലും ഒരു ധാരണയുണ്ട്, ലൈവ് സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻകം കൂടും, ഭയങ്കരമായിട്ട് യൂട്യൂബ് റവന്യൂ കിട്ടും. ശരിക്കും അതിൻ്റെ സത്യാവസ്ഥ എന്നോ? സത്യത എനിക്ക് സംഭവിച്ച ഞാൻ പറഞ്ഞ പോലെ. കാരണം എന്താണെന്ന് വെച്ചാലേ ഇപ്പം ഇത് കാണുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ അവർ വിചാരിക്കും സ്ട്രീമിങ് ഈസിയാണ്, വെറുതെ ലൈവ് ഇട്ടാൽ മതി, ലക്ഷങ്ങൾ കിട്ടും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കും കൂടി ഒരു ഹെൽപ്പ്. സംഭവം എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്നുള്ളൊരു കയറ്റം വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഡെയിലി ഒരു 5 to 6 hours ഞാൻ സ്ട്രീം ചെയ്തിട്ടുണ്ട്. ഈവൻ ഞങ്ങളൊക്കെ ഒരുമിച്ചൊക്കെ പോകുന്നത് ആക്ച്വലി. ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു 4 മാസത്തോളം ഞാൻ ഒരുമിച്ച് പോയിട്ടില്ല ഇവളുടെ കൂടെ. ഞാൻ കുറേ നാളെ കണ്ടിട്ട് പോലും ഇല്ല എൻ്റെ ഫ്രണ്ട്സിനെ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇവൻറ്റിന് പോയാലും ഞാൻ മാറി നിന്നിട്ട് ലാപ്ടോപ്പും കൊണ്ടൊരു 1 മണിക്കൂർ 2 മണിക്കൂർ സ്ട്രീം ചെയ്യും. ഞാൻ അത്ര ഇൻവെസ്റ്റഡ് ആയിരുന്നു ഇതിനകത്ത്. അങ്ങനെ ഞാൻ അത്രയും ചെയ്തിട്ട് പോലും കഴിഞ്ഞൊരു 8 മാസം കൊണ്ട് എനിക്ക് ഒരു ഫെയർ ജീവിതം നയിക്കാനുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരിക്കലും ഞാൻ ലക്ഷങ്ങൾ മാസം കൊയ്തിട്ടില്ല, പക്ഷെ ഒരു ലക്ഷങ്ങൾ ഫിഗർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരിക്കലും മാസാമാസം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഒരിക്കലും മാസാമാസം ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ എന്താ പറയുക, എല്ലാം ഒറ്റ ദിവസത്തിൽ നമുക്ക് സ്ട്രീമിങ്ങിൽ കൂടെ കിട്ടില്ല. അതിപ്പം സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് പയ്യെ പോയി ഡെവലപ്പ് ചെയ്തെടുക്കാം. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കണ്ണും പൂട്ടി സ്ട്രീമിങ്ങിലേക്ക് വന്ന് നമുക്ക് നാളെ അല്ലെങ്കിൽ ഈ മാസം കൊണ്ട് നമുക്ക് 1 ലക്ഷം 2 ലക്ഷം ഉണ്ടാക്കാം, നമുക്ക് ഈ വർഷം കൊണ്ട് ഒരു BMW എടുക്കാം, പറ്റൂല. അതൊരു മിഥ്യാധാരണ. പിന്നെ അത്രയും ലക്കുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഹാപ്പൻ. അപ്പോൾ നിൻ്റെ കാര്യത്തിൽ ആ ഒരു ലക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് ലക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചിട്ടുമുണ്ട് സ്വന്തമായിട്ട്. ഞാൻ ഓക്കെ, ഓഫ് കോഴ്സ് ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, എൻ്റെ 5 hours ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിനകത്തൊരു ലക്കിൻ്റെ ഫാക്ടറുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇല്ല. പിന്നെ ഇത്രയും പേരുടെ ഒരുപാട് സ്കില്ലുള്ള ഒരുപാട് പേരുണ്ട് എനിക്ക് ചുറ്റും. പക്ഷെ അവരുടെ കൂടെ പെട്ടെന്ന് ഞാൻ കയറി വന്നില്ലേ, ലക്കുണ്ട്. വിശ്വസിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നത് ചിരിയാണ്. ഞാൻ കുറേ കമൻസ് കണ്ടിട്ടുണ്ട്. അതായത് ഫേക്ക് ചെയ്ത് ചിരിക്കുന്നതാണ്, കണ്ടന്റിന് വേണ്ടി മനഃപൂർവ്വമാണ് അവർ ചിരിക്കുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല. നമ്മളിപ്പോൾ എത്ര നാളായിട്ട് പരിചയമുണ്ടോ? ഒരു 7 വർഷം, 7-8 ഒക്കെ ആയിട്ടുണ്ടാവും. ഇത്ര ഇയേഴ്സ് ആയിട്ട് പരിചയമുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ പറയണം അത് ഫേക്ക് അല്ല. ഇത് ഇങ്ങനെയാണ് ചിരിക്കുന്നത്. ഇത് ചിരിച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സ്വിച്ച് ഓഫ് ആക്കാൻ വേണ്ടി ചിന്തിക്കും. അങ്ങനെയാണ്. അപ്പം അങ്ങനെ കുറേ കമൻസ് ഞാൻ കണ്ടു. കുറേ കമൻസ് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ താഴെ പോയിട്ട് ഇവള് റിയൽ ആയിട്ട് ചിരിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഫേക്ക് അല്ല, റിയൽ ആയിട്ട് ഈ കുട്ടി ഇങ്ങനെയാണ് ചിരിക്കുന്നത്. ആദ്യം ഞാനും വിചാരിച്ചു ഇതൊന്നും ഇങ്ങനെ ചിരിക്കണേ, പക്ഷെ ഇതാണ് ഇങ്ങനെയാണ്.
Yeah. ഓക്കെ. അപ്പോൾ യൂട്യൂബിൽ നിന്ന് അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു ഏർണിങ്സും പരിപാടീസും ഒക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു കൺസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ലാക്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ കിട്ടുന്നു. കിക്കിൻ്റെ ഒക്കെ ഇപ്പം ഇത് കൊടുക്കുന്നുണ്ട് കോൺട്രാക്ട്. കിക്കിൻ്റെ കോൺട്രാക്ട് കിട്ടി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇത് കിട്ടും. നല്ല സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ കോൺട്രാക്ട് കിട്ടിയാൽ അത്യാവശ്യം സെറ്റില്ല. പക്ഷേ ആ കോൺട്രാക്ട് വിഡ്രോ ചെയ്ത് പിന്നെ തിരിച്ച് യൂട്യൂബിലോട്ട് വരുമ്പോൾ വീണ്ടും പണിമാളും. അപ്പം ഒരു ബാലൻസിലെല്ലാം കൊണ്ടുപോകണം. യൂട്യൂബ് മാത്രമല്ല, കുറച്ച് ഇൻസ്റ്റാഗ്രാം, കുറച്ച് ഫേസ്ബുക്ക്, ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് നിന്നാൽ ചിലയിരിക്കും നമുക്ക് ജീവിച്ചു പോകാനാണ് ഇപ്പോൾ. ഇപ്പം നമ്മൾ ലൈവ് സ്ട്രീം എന്ന് പറയുമ്പോൾ ഇപ്പോൾ IRL ചെയ്യാറുണ്ട്, ഗെയിം സ്ട്രീമിങ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അത് കൂടാതെ ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡായി. എനിക്ക് തോന്നുന്നു ഹിപ്സ്റ്റർ ഒക്കെയാണ് ട്രെൻഡ്, ഒമേഗൽ ട്രെൻഡ് കൊണ്ടുവന്നത്. അതിന് മുന്നേ ഹിപ്സ്റ്ററിനെ കുറിച്ച് പറയാം. ഹിപ്സ്റ്ററായിട്ട് അങ്ങനെ കോണ്ടാക്ട് ഉണ്ട്. കാരണം പുള്ളി ഒമേഗൽ ട്രെൻഡിങ് കൊണ്ടുവന്ന ഒരാളാണ്. പിന്നെ അതിനുശേഷം സിനിമയിൽ അഭിനയിച്ചു. പിന്നെ ആളെ കാണാനേ ഇല്ല. ഏതെങ്കിലും ഒരു സ്റ്റേജിലെത്തുമ്പോൾ നിങ്ങൾ സ്ട്രീമേഴ്സിന് അങ്ങനത്തെ ഒരു ഇതടിക്കും, ഇനി മതി, ഇത് മതി, അങ്ങനൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒരു പാഷനാണ്. ഓരോരുത്തർക്കും ഓരോ പാഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈഗിള് വർഷങ്ങളായിട്ട് സ്ട്രീമറാണ്. പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ പോടിക്കൊണ്ടിരിക്കുക. ചില ആൾക്കാർക്ക് ഓരോരോ പാഷൻ കാണും. ചിലപ്പം സ്ട്രീമിംഗ് ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അവരുടെ പാഷൻ വരുമ്പോൾ ചിലപ്പോൾ അവരകത്തുനിന്ന് മാറുമായിരിക്കും. ഓരോരുത്തർക്കും ഓരോരോ മൈൻഡ് സെറ്റ് അല്ലേ, അങ്ങനെയുള്ളൂ. എല്ലാവരും മാറുന്നില്ല. വർഷങ്ങളായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് സക്സസ്ഫുൾ ആവുന്നവരുമുണ്ട്. അപ്പം ഈ ഒമേഗൽ എന്ന് പറയുമ്പം എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഹിപ്സ്റ്ററിനെ ആയിരിക്കും. അപ്പം നീ ഒമേഗൽ റിയാക്ഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം ചിലതൊക്കെ ഭയങ്കര ഫണ്ണാണ്. ഇപ്പം ബാക്കിയുള്ള ആൾക്കാരുടെ ഒമേഗൽ റിയാക്ഷൻ ആണെങ്കിൽ നമുക്ക് വരുന്ന മറ്റേ ഓപ്പോസിറ്റ് വരുന്ന ആളുകൾ കാണിക്കുന്നതൊക്കെ ഫണ്ണാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ചില ആളുകൾ ആ ഒരു പ്ലാറ്റ്ഫോം മിസ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നേക്കഡായിട്ട് വന്നിരിക്കുക, അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കാണിക്കുക, അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വട്ടം, ഒന്നും രണ്ടൊന്നുമില്ല. അതിൻ്റെ അകത്ത് ഇന്നലെയും കൂടെ ഞാൻ കയറിയപ്പോൾ അതിനകത്തൊരു ചുരുണ്ട മുടിയുള്ള ഒരുത്തനുണ്ട്. അവനെ കുറിച്ച് ഞാൻ കുറേ പേര് അവൻ ഇത് തന്നെയാണ്. നീ കാണുന്നുണ്ടെങ്കിൽ നിനക്ക് നാണമില്ലേ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കും, നാണമില്ലേ നിനക്ക്? ഇന്നലെയും കൂടെ ഒരു പെൺകുച്ചിനോട് സംസാരിച്ചു, അവള് സ്ട്രീമറാ. ഇത് തന്നെ മുഖവും കാണാം, എല്ലാം കാണാം. ഇവന് നാണമില്ല. ഞാൻ ചിന്തിക്കുക, അവൻ മാത്രമുള്ളൂ ഇത്ര ശല്യം, വേറെ ഒരുത്തന്മാർ എത്ര ശല്യമില്ല. പിന്നെ കൊച്ചു ചെറിയ പിള്ളേർ സെറ്റുകളുണ്ട്, ചുമ്മാ ഒന്ന് തെറിയൊക്കെ വിളിച്ചിട്ട് പോകും. അത് വീട്ടുകാരുടെ അശ്രദ്ധയാണ്. വീട്ടുകാർക്ക് നോക്കാൻ വയ്യ, അങ്ങനെ പറയത്തുള്ളൂ. ഈ 2 സെഗ്മെന്റാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. അതിൽ ഏറ്റവും കഷ്ടം ഈ ചുരുണ്ട മുടി. ഇവനോ ആർക്കറിയാം. അവനെ കണ്ടുപിടിക്കാൻ ലുക്കൗട്ട് നോട്ടീസ് ഈ ലൈവിൽ വന്നിട്ട് അവൻ എന്താ ചെയ്യുന്നത്? അങ്ങനെ എന്തെങ്കിലും ആണോ? ഇവൻ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ തലയും മുഖവും കാണിക്കാനുള്ളത് കാണിച്ചോണ്ട് ഇങ്ങനെ നിൽക്കും. അതാണ് പുള്ളിയുടെ പരിപാടി. ഫേസും കാണിക്കും. കാണിക്കും, ഫേസും കാണിക്കും. അതാണ് ഏറ്റവും വലിയ കോമഡി. ഇനിയിപ്പോൾ വലിയ മെന്റലി റിട്ടാർഡോ വല്ലതും ആണോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ID മറ്റോ ആണോ എനിക്ക് ഡൗട്ടുണ്ട്. ആരെങ്കിലും ഫേസ് കാണിച്ചോണ്ട് നിൽക്കുക. അപ്പൊ നമുക്ക് അതിനെതിരെ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല, അതൊരു 18+ പ്ലാറ്റ്ഫോം അല്ലേ, ഫ്ലാഗ് ചെയ്ത് കളയാം. പക്ഷെ എന്നാലും പൈസ കൊടുത്ത് വീണ്ടും വരും. ഞാൻ അങ്ങനെ 2 ലൈവ് ടേക്ക് ഡൗൺ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അത്യാവശ്യം നല്ല വ്യൂസ് ഉള്ള ലൈവ് ടേക്ക് ഡൗൺ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആ ഒരൊറ്റ ഒരുത്തം കാരണം. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്താ ചെയ്യുക? സ്കിപ്പ് അടിച്ചു പോകും. സ്കിപ്പ് അടിക്കുക. അപ്പോൾ പോയി നമ്മൾ ലൈവ് പ്രൈവറ്റ് ആക്കും, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ പോർഷൻ കട്ട് ചെയ്ത് കളയും. അതാ ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം സ്ട്രൈക്ക് വരും ചാനലിൽ. 3 സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 90 ഡേയ്സിൽ 3 സ്ട്രൈക്ക് വന്നാൽ ചാനൽ പോയി. അപ്പം വേറെ വഴിയില്ല. പക്ഷെ ഇതുപോലുള്ള ആളുകൾ കാരണം നമുക്ക് ഇപ്പം ലൈവ് നല്ല വ്യൂസ് ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു റവന്യൂ കയറുന്നത്. അപ്പോൾ അത് ടേക്ക് ഡൗൺ ചെയ്യുമ്പോൾ അത് അതിന് റവന്യൂവിന് അഡ്വർടൈസ്മെന്റ് ഇൻകം ബാധിക്കുമല്ലോ. പിന്നെ സൂപ്പർ ചാറ്റ്സ് വരുന്നത് ബാധിക്കത്തില്ല, അല്ലാതെ വരുന്ന ഇച്ചിരി ശോകമാവും. എപ്പോഴെങ്കിലും റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആളുകളോട്? എന്തോ റിയാക്ട് ചെയ്യാൻ അപ്പം നമുക്ക് തോന്നുന്നു എന്തെങ്കിലും വിളിക്കാൻ, അത് ഞാനങ്ങ് വിളിക്കും, പിന്നെ അതങ്ങ് തീർക്കും. അപ്പോഴത്തേനാണ് സ്കിപ്പ് അടിച്ച് പോകുമല്ലോ. അങ്ങനെ ഇപ്പം പല റിയാക്ഷൻസ് ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് പല ലൈവിൽ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്നത്, ശരിക്കും റിയൽ ആയിട്ട് തന്നെയാണോ റിയാക്ഷൻസ് ഒക്കെ ചെയ്യുന്നത്? അതായത് ഇപ്പം വീഡിയോ കാണുന്നുണ്ടല്ലോ, ആ വീഡിയോ ഓൾറെഡി കണ്ടതാണോ അല്ലെങ്കിൽ ആ സ്പോട്ടിലാണോ കാണുന്നത്? ഏറെക്കുറെ ഞാൻ കണ്ട വീഡിയോസ് തന്നെ ആയിരിക്കും. പിന്നെ ചില വീഡിയോസ് ഉണ്ട് ഭയങ്കര വൈറൽ ആവും എന്നുള്ളത് എനിക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നതായിരിക്കും. ചില കണ്ടന്റ്സുകൾ നമ്മൾ പ്രോപ്പറായിട്ട് റിയാക്ട് ചെയ്യേണ്ട കണ്ടന്റ്സ് ഉണ്ട്. അങ്ങനെ എനിക്ക് ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട്. ചില വീഡിയോസൊക്കെ ആദ്യം കണ്ടിട്ട് എനിക്ക് നാച്ചുറലി വരുന്ന റിയാക്ഷനും കിട്ടും, അത് ഞാൻ ഭയങ്കര ഇതിൽ ഏറിപ്പോവും. അപ്പം ചില സെൻസിറ്റീവ് കണ്ടന്റ്സ് ഒക്കെ എനിക്ക് ഓൾറെഡി എൻ്റെ മോഡറേറ്റേഴ്സ് പറയും, ഇത് വൃത്തിക്ക് റിയാക്ട് ചെയ്യാവുള്ളൂ, ഇത് കണ്ടിട്ട് മാത്രം ഇടുക. ഇപ്പം ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ ചെയ്യുന്നവരുണ്ടിരുന്ന ഒരാളാണ്, കാരണം സ്ട്രീമിലായതുകൊണ്ട്. പക്ഷേ ഇങ്ങനത്തെ കണ്ടന്റ്സ് ഞാൻ പ്രിപ്പയർ ചെയ്ത് തന്നെയായിരിക്കും ചെയ്യുക. അപ്പം അങ്ങനെ ചില വീഡിയോസ് ഞാൻ പ്രിപ്പയർ ചെയ്ത് ചെയ്യാം. അതെനിക്ക് ആക്ച്വലി കുറേ പേർക്കും ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ വീഡിയോസ് ഓൾറെഡി കണ്ടിട്ട്
അതെങ്ങനെ എക്സ്പ്രഷൻസ് കൊടുക്കണം എന്ന് വിചാരിച്ചിടുന്നതാണോ അല്ലെങ്കിൽ സ്പോട്ടിൽ തന്നെ അത് കണ്ടിട്ടിടുന്നതാണോ? എക്സ്പ്രഷൻ ഒക്കെ കൊടുക്കുന്ന ഒറിജിനലി വരുന്നതൊക്കെയാ, അല്ലാണ്ട് നമ്മൾ ചിലത് പറയൂലേ, അതൊക്കെ നമ്മൾ ഓൾറെഡി സംസാരിച്ച് റെഡി ആക്കിയിട്ടാണ് പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പ് ഓഫ് ടങ് വന്ന പണിയാവുമെന്ന് ഞാൻ പഠിച്ചു. അതുകൊണ്ട് എക്സ്പ്രഷൻസ് ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ. ഓക്കെ. ഇപ്പം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ആക്റ്റീവാണ്, അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്, ആളുകൾക്കൊക്കെ അറിയാം. അപ്പം അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടിയാണ്. എന്നാലും പ്രപ്പോസൽസ് വരും, ആളുകൾ ക്രഷ് ഉണ്ടെന്ന് പറയും, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വരാം അല്ലേ? വരുമോ എനിക്കറിയാം. ഞാൻ സിഗ്മയാ. ഈ ചിഗ്മ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് ലാസ്റ്റ്. അപ്പൊ എന്താ ഐജിറോക്സിന്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്? ഞാൻ സിഗ്മയാണ് ഗൈസ്. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഞാൻ സിഗ്മ. നീ പറഞ്ഞിട്ട് പോയാ മതി. ഞാൻ സിഗ്മ. എത്ര കേട്ടോ? ഞാൻ 100 വട്ടം സിഗ്മ. നിനക്കറിയില്ലേ ഓപ്പോസിറ്റ് ഉള്ള സിഗ്മ? എല്ലാരും സിഗ്മ. ഓക്കെ ഓക്കെ, നമ്മളങ്ങനെ കൂടുതലായിട്ട് വേണ്ട. ശരി. ബൈ ദ വേ ഐജിറോക്സ് ഈസ് സിഗ്മ. അതെ, സിഗ്മ. പറ, പ്രപ്പോസൽസ് നമ്മളിങ്ങനെ ഓർത്തിരിക്കുന്ന മെസ്സേജസ്. ഒരു ദിവസം എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ട്, ആ മെയിൽ മാത്രം ഓർത്തിരിക്കുന്നുണ്ട്. ഒരു പുള്ളി എനിക്ക് മെയിൽ അയച്ചേക്കുക, എനിക്ക് റോക്സിനെ ഭയങ്കര ഇഷ്ടമാണ്, ഇംഗ്ലീഷിലാട്ടോ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ വെളിയിൽ എങ്ങാണ്ടുള്ളതാണ്, നമുക്ക് വേണമെങ്കിൽ വേറൊരു ഡെസ്റ്റിനേഷനിൽ മീറ്റ് ചെയ്യാം. എന്താണ് പൈസക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ പറയണം. അത് പ്രപ്പോസൽ ആണോ അത് എന്തോ ആണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് പറയാം വേണമെങ്കിൽ 25 lakhs അക്കൗണ്ടിലോട്ട് അയച്ചു തരാം. എന്നിട്ട് പൊന്നെ ചേട്ടാ താങ്ക്സ് ഫോർ ദ ഇമെയിൽ, നോട്ട് ഇൻട്രസ്റ്റഡ്, താങ്ക് യു എന്നിട്ട് ഒഴിവാക്കി. അത് പ്രപ്പോസലായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അത് എൻ്റെ ലൈഫിൽ വന്ന ആദ്യത്തെ ഒരു ബിസേർ ഇമെയിൽ ആയിരുന്നു. ഹെൽപ്പ് ചെയ്യാ, സ്നേഹം കൊണ്ടായിരിക്കൂടാ. എന്ത് സ്നേഹമാണെന്നാണ് എനിക്ക് അറിയാത്തത്. അല്ലാണ്ട് കുറെ പ്രപ്പോസൽസ് ഇല്ലാടി, ഇല്ല. എന്റെ റിക്വസ്റ്റ് ഞാൻ നോക്കാറില്ല. ആക്ച്വലി റിക്വസ്റ്റ് നോക്കിയല്ലേ പ്രപ്പോസൽ. ആരോടാണ് എവിടെയാണ് ഇരിക്കുന്നത്? സത്യം, റിക്വസ്റ്റ് നോക്കുന്നില്ല. നീ എടുത്ത് നോക്കിക്കോ, കൊളാബ് ഉണ്ടെങ്കിൽ ഹായ് കൊളാബ്, അത് മാത്രം ഞാൻ നോക്കും, വേറെ ഒന്നും ഞാൻ നോക്കൂല. നേരിട്ട് അയ്യോ എന്റെ അടുത്തോ? ലാസ്റ്റ് ആരാ പ്രപ്പോസ് ചെയ്തേ? എന്നെയോ? അയ്യോ എടി ഇല്ല, എന്റെ ഓർമ്മ ലാസ്റ്റ് ഒരു 3 വർഷം മുമ്പ് പ്രപ്പോസ് ചെയ്തു. ഓക്കെ. എന്താണ് ഈ സിഗ്മ എന്ന് പറയുന്നത് നടക്കുന്ന ആളുകൾക്ക് എന്തായാലും നമ്മളുടെ മുന്നിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. സിഗ്മ എന്ന് പറഞ്ഞ് അവരെ വിശ്വസിച്ച് കുറേ പേര് അവരെ ഫാനായിട്ട് കൊണ്ടു നടക്കും. ലാസ്റ്റ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ കല്യാണം കഴിക്കുന്ന, റിലേഷൻഷിപ്പ് പബ്ലിക് ആക്കുന്ന, അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം എന്താണ് ഐജിറോക്സിയുടെ ഒരു കോൺസെപ്റ്റ്? ഞാൻ സിഗ്മ ആയതിലോ? അല്ല, പിന്നെ പാർട്ട്ണറിനെ കുറിച്ച്. പുള്ളി വണ്ടി ഓടിക്കുന്നൊരുത്തനായിരിക്കണം. യു മീൻ കാർ? പ്രത്യേകിച്ച് പിന്നെ ഒരു ഡാർക്ക് കളറിലായിരിക്കണം, തലമുടിയൊക്കെ ബ്രെയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരുപാട് ഹൈറ്റ് വേണമെന്നില്ല. ഒരു 6 മുടിയൊക്കെ ഇങ്ങനെ സ്പൈക്ക് ചെയ്ത് വെക്കണം. പിന്നെ എന്നെക്കാളും 11 വയസ്സിന് മൂത്തതായിരിക്കണം. പിന്നെ പാവമായിരിക്കണം. പിന്നെ F1 ഓടിക്കുന്നവനായിരിക്കണം. ഇവൾ എന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കുന്ന ഒരുത്തനായിരിക്കണം. പിന്നെ ലൂയിസ് ഹാമിൽട്ടൺ ആയിരിക്കണം. പിന്നെ ഇവളുടെ ഫ്രണ്ടിനെ കറങ്ങാൻ കൊണ്ടുപോകുന്നവനായിരിക്കണം. അത് മുഖ്യമാണ്. ഞങ്ങളെ ഷോപ്പിങ്ങിനെ കൊണ്ട് അല്ല, അത് പുള്ളി ചെയ്യും, എനിക്ക് ഉറപ്പാ. അതെ ചെയ്യുന്നുണ്ട്. അളയായിട്ട് മാക്സ് വെർസ്റ്റാപ്പനും ആയിരിക്കണം. അതെ പുള്ളി ചെയ്യും. പുള്ളിയുടെ പേര് ഏതെങ്കിലും ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടോ? ലൂയിസ് ഹാമിൽട്ടൺ. ഓക്കെ. അപ്പം അങ്ങനെയാണ് കോൺസെപ്റ്റ്. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പം പ്രപ്പോസലായിട്ട് വന്നാൽ അക്സെപ്റ്റ് ചെയ്യും? എടി അതുമായിട്ട് ഒരാളല്ലേടി വരൂ. ലൂയിസ് ഹാമിൽട്ടനെ പറ്റി പറയുമ്പോൾ അയാളല്ലേടി വരൂ. അതെ ഓക്കെ. പ്രപ്പോസൽസ് വരുന്നുണ്ട്, ശരി, സമ്മതിച്ചു. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഈ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ സൈബർ ബുള്ളി അനുഭവിക്കാത്ത ആൾക്കാരാണെങ്കിൽ പോലും ചുമ്മാ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ഇട്ടാലും അതിൻ്റെ താഴെ നെഗറ്റീവ് കമൻറ്റ്സ് വരും. അപ്പോൾ എങ്ങനെ ഈ നെഗറ്റീവ് കമൻറ്റ്സിനെ ഹാൻഡിൽ ചെയ്യണം? ഡിലീറ്റ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത് വിടുവാണോ, അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കും? കുറേ നാൾ എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് ഇല്ലായിരുന്നു. ആക്ച്വലി ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊന്ന് പബ്ലിക്കിനോട് പറഞ്ഞു, അതിനുശേഷം എനിക്ക് നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടില്ല. അതിനുശേഷം വന്നത് ഈ ഗ്യാങ് ആയിട്ടുള്ള ഈ ഒരു ചവിട്ടലിന് ശേഷമായിരുന്നു. അതും കുറവാണിപ്പം. പക്ഷേ ഇപ്പം ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. ചിലതൊക്കെ എൻ്റെ വീട്ടുകാരെ തൊട്ട് എനിക്ക് പൊള്ളും, അത് ഞാൻ റെസ്പോണ്ട് ചെയ്യും. കാരണം ഒറ്റ മോളാണ് എൻ്റെ വീട്ടിൽ, നിനക്ക് ആ ബുദ്ധിമുട്ട് അറിയാമല്ലോ. അച്ഛനെയും അമ്മയും തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം മാത്രം റെസ്പോണ്ട് ചെയ്യാം, അല്ലാത്തപ്പം അവോയ്ഡ് ചെയ്യും. ഇതുവരെ ഇപ്പം എത്ര 7-8 മാസമായില്ലേ ഒരു കോൺവെർസേഷൻ?
അതിൽ ഭയങ്കരമായിട്ടൊരു ഒരു ഹാപ്പിനെസ് തോന്നിയ, അതായത് നന്നായി ഞാനിത് സെലക്ട് ഈ ഒരു വേയിലേക്ക് വന്നത് നന്നായി എന്ന് തോന്നിയ ഒരു മൊമെന്റ് ഏതാ? അത് ഈ ഒരു മാസത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് ഇത്. എനിക്ക് വനിതയുടെ കൂടെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റി, വേറൊരു ചാനലിലൂടെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റി, മസ്താനിയുടെ കൂടെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റി. പിന്നെ എൻ്റെ ഫസ്റ്റ് ഗെയിമിംഗ് ഇവന്റിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റി ഇവിടെ ജെയിൻ യൂണിവേഴ്സിറ്റി നടന്നത്. അപ്പം അതൊക്കെ ഇതിൽ വന്നതിന് ശേഷം. പക്ഷേ പണ്ട് ഞാൻ എൻ്റെ ബാങ്കിലെ ജോലിയിലായിരുന്നെങ്കിൽ ഇതൊന്നും ഞാൻ അറിയില്ല. അപ്പം അതൊക്കെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം കിട്ടി. അപ്പം എന്തുകൊണ്ടും ഈ ഒരു കാര്യം സെലക്ട് ചെയ്തത് നന്നായി. ഞാൻ ഭയങ്കര ഹാപ്പിയാ. ഞാൻ കാരണം എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നീ ബാങ്കിൽ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ മുതലേ ഞങ്ങൾക്ക് അറിയാം. അപ്പം ത്രൂ ഔട്ട് ഇത്ര ഇയേഴ്സിൽ നമ്മളുടെ ലൈഫിൽ വന്ന അപ്സ് ആൻഡ് ഡൗൺസും സ്ട്രഗിൾസും എല്ലാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചേഞ്ചസ് മനസ്സിലാക്കുന്ന രണ്ട് ആൾക്കാർ സംസാരിക്കുമ്പോഴാണ് സർറിയലായിട്ട് തോന്നുന്നു അല്ലേ, പണ്ടത്തൂന്ന് ഇവിടം വരെ. എന്താ അല്ലേ? അതെ അല്ലേ? അതെ. എനിക്ക് തോന്നുന്നു 7 years കൂടുതൽ ഒരാൾ ഫ്രണ്ടായിട്ട് ഇരിക്കുന്നെങ്കിൽ അവരെ ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നാണ് സൈക്കോളജിക്കലി പറയാറ്. ഓക്കെ, നെഗറ്റീവ് കമൻസ് ഒക്കെ മാറ്റി നിർത്തിയാൽ ഇപ്പോൾ ഇൻബോക്സ് നോക്കാറില്ലെന്ന് പറഞ്ഞു, എന്നാൽ പോലും ചില സമയത്ത് ചില ആളുകൾ നമുക്കിങ്ങനെ ചില മെസ്സേജസ് അയക്കും. അതായത് നല്ല മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇവളൊന്ന് ഇറിറ്റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവളുടെ ഒരു ഡേ സ്പോയിലാക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ ബാഡ് മെസ്സേജസും അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള മെസ്സേജിങ് ഒരു സുഖത്തിന് അയക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ റിയൽ അക്കൗണ്ടിൽ നിന്നായിരിക്കും, ചിലർ ഫേക്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്? അങ്ങനത്തെ എക്സ്പീരിയൻസ് എനിക്ക് കുറവാണ് വന്നിട്ടുള്ളത്. പക്ഷേ അതിൽ ഒരെണ്ണം എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഹേർട്ട് ചെയ്തൊരെണ്ണമുണ്ട്. ഒരു ഡോക്ടറാണ് അയാൾ എൻ്റെ ഇതുപോലൊരു ഇൻ്റർവ്യൂയുടെ അടിയിൽ വന്നൊരു കമൻസിന് ഞാൻ ഇതുപോലെ പറഞ്ഞേക്കോ, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു മാറ്റർ പറഞ്ഞേക്കോ, അയാൾ എനിക്ക് ഇൻബോക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ അയാളെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അയാൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്തു, പക്ഷെ എനിക്ക് കിട്ടാണ്ടൊരു റെസ്പോൺസ് അല്ല കിട്ടിയത്. ഓക്കെ, അതിനുശേഷം അയാൾ പറയുകയാണ് എൻ്റെ വീട്ടുകാരെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, എത്രയൊക്കെ ചെയ്താലും ഏച്ച് കെട്ടിയാൽ മുളച്ചിരിക്കുമെന്ന്. ലിറ്ററലി ഒരാളുടെ വീട്ടിനകത്തെ കാര്യം വെളിയിൽ നിൽക്കുന്ന ഒരാളാണോ ജഡ്ജ് ചെയ്യുന്നത്? അത് എൻ്റെ വീട്ടിനുള്ളിലെ കാര്യമല്ലേ, ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ ഒരാൾ തന്നെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള പേര് പറഞ്ഞിട്ട് നമ്മളെ കുത്തി. അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല, എസ്പെഷ്യലി ഒരു ഡോക്ടറാണ്. സോ അതായിരുന്നു എനിക്ക് ഏറ്റവും ഹേർട്ട്ഫുൾ ആയത്. ബാക്കിയൊന്നും ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. ചിരിയെ പറ്റി പറയാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പം ഈ ഒരു ഇത്ര നാളായിട്ട് നിൽക്കുമ്പോൾ ഒരു നല്ല നല്ല മൊമെന്റ്സ് പറഞ്ഞു, എന്നാലും ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഞാൻ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രീമിങ് എടുത്തത് തെറ്റായി പോയോ എന്ന് ചിന്തിച്ചപ്പോഴെങ്കിലും മൊമെന്റ്സ് ഉണ്ടായിരുന്നു? എൻ്റെ പേഴ്സണൽ ലൈഫിനെ അത് അറ്റാക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ, എസ്പെഷ്യലി അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങളൊക്കെ വലിച്ചിടുമ്പം. പിന്നെ എൻ്റെ പേഴ്സണൽ സ്പേസിൽ എനിക്കൊരു പ്രൈവസി ഇപ്പോൾ ഇല്ല. നിനക്കത് അറിയാമല്ലോ, ഇപ്പം എവിടെ പോയാലും ആരെങ്കിലുമൊക്കെ അറിയും, ആരെങ്കിലുമൊക്കെ നോക്കും. നമുക്ക് പേഴ്സണൽ ഒരു പ്രൈവസി ഇല്ല ഇപ്പോൾ, അതുകൊണ്ട് മാത്രം. അതൊഴിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പം ഒരു ബാങ്കിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു ജോബ് ക്വിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോഴേക്കും അത് എന്നും ഉണ്ടാകുന്ന ഒന്നല്ല, അതെപ്പോൾ വേണമെങ്കിലും പോവാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇതിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാനും പറ്റില്ല. പക്ഷെ അവിടെ നീ ആ ഒരു ജോബ് കളഞ്ഞിട്ട് ഈ ഒരു ഇതിലേക്ക് വരാൻ വേണ്ടി എടുത്ത ആ ഒരു മെയിൻ കാര്യം ഈഗോ എന്ന് പറഞ്ഞു, എന്നാൽ അത് മാറ്റി നിർത്തി എന്തായിരിക്കും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബാങ്കിലെ ജോലി വിടുന്നത് എനിക്ക് എബ്രോഡിലേക്ക് പോകാൻ ഓഫർ വന്നുകൊണ്ടിട്ടാണ്. പക്ഷേ എബ്രോഡിലേക്ക് പറയാനുള്ള ഓഫറിൽ വിസ കിട്ടാൻ ഭയങ്കര ഒരു ഡിലേ. അതിനിടയ്ക്കാണ് ഈ ഇഷ്യൂ നടക്കുന്നത് ഗെയിമിൽ. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും മറ്റേ ഇൻകം ഇല്ല, ബാങ്കിൽ നിന്ന് ഇൻകം ഇല്ല, എബ്രോഡിൽ വിസയും വന്നില്ല, എന്നാൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. അങ്ങനെ വന്ന് പോയത്. അവസാനം ആ വിസ ക്യാൻസൽ പോയി. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ വേറെ വഴിയില്ല, എനിക്ക് റിസ്ക് എടുത്തേ പറ്റത്തുള്ളൂ. എൻ്റെ ഉണ്ടായിരുന്ന ജോലി പോയി 3 മാസം എന്തോ കഴിയാറായെന്ന് തോന്നുന്നു, വിസയും വരുന്നില്ല, എനിക്ക് വേറെ വഴിയില്ല. ദൈവമായിട്ടൊരു കച്ചിത്തുരുമ്പ് എനിക്ക് തന്നത്, അത് ഞാൻ വൃത്തിക്ക് ഓടിച്ചു പോയി എനിക്ക് ഇൻകം ഉണ്ടാക്കുക എന്നല്ലാതെ അവിടെ എനിക്ക് വേറെ വഴി ഉണ്ടായില്ല. ആ റിസ്ക് ഞാൻ എടുത്തു. ഇങ്ങനെയായിരുന്നു ശരിക്കും അതും കൊണ്ട് അങ്ങ് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചത്, വേറെ വഴിയില്ല. അതായിരുന്നു ആ ഒരു ലൈഫ് സ്റ്റോറി. ഇതെടുക്കുന്ന സമയത്ത് വീട്ടുകാരുടെ ഇപ്പം എന്തുവന്നാലും നമ്മൾ വീട്ടിൽ പറയുമല്ലോ ഞാൻ ഈ ജോബ് ക്വിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവർ ഓഫ് കോഴ്സ് ചോദിക്കും ഇനി എന്താ പരിപാടി. അപ്പം ഞാൻ ഇതിലേക്കാണ് തിരിയാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ പേരൻസിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്ത് കിട്ടും അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉള്ളവരുണ്ടാവും, പക്ഷെ എല്ലാവർക്കും ആ ഒരു ഐഡിയ ഉണ്ടാവണമെന്നില്ല. അപ്പം നിൻ്റെ വീട്ടിൽ എങ്ങനെയായിരുന്നു അവരുടെ ഒരു സപ്പോർട്ട്? എൻ്റെ വീട്ടിൽ ആക്ച്വലി ഞാനും വീട്ടുകാരും വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ എബ്രോഡ് പോകുമെന്ന് തന്നെയായിരുന്നു. പക്ഷെ എബ്രോഡ് പോകുന്നില്ല എന്നൊക്കെ എനിക്ക് മനസ്സിലായപ്പോഴത്തേനും
എൻ്റെ സംഭവമൊക്കെ ഓൾറെഡി സ്റ്റേബിളായി, എനിക്ക് ഇൻകം ജനറേറ്റ് ആയി. ആ ഒരു 1 മന്തിൽ തന്നെ എൻ്റെ ഇൻകം ജനറേറ്റ് ആയി എടുത്ത് കാണിക്കുമല്ലോ, കാണിച്ചു തുടങ്ങി. അങ്ങനെ അമ്മ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു. അമ്മ ഒരുപാട് പ്രഷർ ചെയ്യാറില്ല എന്നെ, അവർക്ക് വേണ്ടൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞൊരു PG പഠിച്ചു, അവർക്ക് വേണ്ട ഒരു ബാങ്ക് ജോലി ചെയ്തു. അപ്പം അമ്മ അതിൽ ഒരുപാട് എന്നെ പ്രഷർ ചെയ്തില്ല. പിന്നെയാണ് അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചത്, മോനെ എന്താ പരിപാടി? അമ്മയുടെ താരാണ്ടൊക്കെ ഒന്ന് പറയാൻ തുടങ്ങി, മോൾ ഇതുപോലെ എന്തൊക്കെ കാണാറുണ്ട് ഇതിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ. അങ്ങനെയാണ് അമ്മ ചോദിച്ചു തുടങ്ങിയത്. പിന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ ഓക്കെ ആയിരുന്നു. അമ്മ ആക്ച്വലി ഹാപ്പി ആയിരുന്നു. അമ്മ പറയുന്നത്, എനിക്കോ രക്ഷപ്പെടാൻ പറ്റിയില്ല, നിന്നെ എങ്ങനെയും 10 പേര് അറിയട്ടെ. ഞാൻ പറഞ്ഞു ഓക്കെ അമ്മ. അങ്ങനെ. പക്ഷേ അമ്മയെ ആൾക്കാർക്ക് അറിയാം, അമ്മയെ പഴയ ആൾക്കാർക്ക് അറിയാം, ഇപ്പുറമുള്ളവർക്ക് അറിയത്തില്ലല്ലോ. അമ്മ നന്നായിട്ട് പാടുമായിരുന്നു. ആ പാട്ട് പാടുന്ന കഴിവ് മോൾക്കും കിട്ടുമല്ലോ. എനിക്ക് അത്ര ഒന്നും കിട്ടിയിട്ടില്ല. എന്നാലും രണ്ടുപേരെയൊക്കെ 4 പേര് എന്താടി കമോൺ. നിങ്ങൾ അറിയാത്ത ഐജി റോക്സി പാടും ആടും. ബാക്കി പറയാൻ പറ്റില്ല. 2 പേര്. എന്നാ 1 2 3 പറ. ഓക്കെ 1 2 3. ഞാൻ ഇവക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. ഇവക്ക് വേണമെങ്കിൽ വേറെ ആർക്കും വേണമെങ്കിൽ ഡെഡിക്കേറ്റ് ചെയ്യാം. എനിക്ക് ഓക്കെ, ഒന്നുകൂടെ 1 2 3 പറ. ഓക്കെ 1 2 3. നീ സിരയാവണം, പ്രേമക്കടലാവണം, വർണ്ണപ്പൂമ്പാറ്റകൾ പോലെ നാം പാരണം, വീണ്ടും ജന്മങ്ങളിൽ നീ എന്നിടയാവണം, എൻ്റെ ഇടനെഞ്ചോട്ട് ഞാൻ കിളിയാവണം. അത്രേ ഉള്ളൂ. ഇനി ഞാൻ പാടി വെറുപ്പിക്കില്ല. ഇത് എനിക്ക് വേണ്ടിയല്ല, ഇത് എനിക്ക് വേണ്ടിയാണെന്ന വ്യാജേനെ വേറെ ആർക്കോ വേണ്ടിയിട്ടാണ് അല്ലേ? അല്ല, ആർക്കും വേണ്ടിട്ട് ഇയാൾക്ക് അറിയാമല്ലോ. അതല്ല ഞാൻ പറഞ്ഞു, ഇയാൾക്ക് വേണമെങ്കിൽ വേറെ ആർക്കെങ്കിലും വേറെ ഡെഡിക്കേറ്റ് ചെയ്യാം. എനിക്ക് വേണം, ഞാൻ എടുത്തു. ഓക്കെ, ഇപ്പൊ ഈ സ്ട്രീമിങ്, സോഷ്യൽ മീഡിയ എന്താണെങ്കിലും ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ്. ഇപ്പോൾ ബാങ്കിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു, അവിടെ ആണെങ്കിലും ഈ അക്കൗണ്ട്സിന്റെ കാര്യങ്ങളൊക്കെയാണ്, എല്ലായിടത്തും ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷെ ഈ ഒരു ഫീൽഡിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. ഒരാളൊരു കാര്യം ചെയ്യുന്നു, അപ്പം തന്നെ ഇപ്പോൾ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് ആദ്യം ആര് റിയാക്ഷൻ വീഡിയോ ഇടുന്നു എന്നത് മുതൽ കോമ്പറ്റീഷനാണ്. ഇപ്പോൾ ഒരാളൊരു കാര്യം ചെയ്യുന്നു, അത് തന്നെ എനിക്കും ചെയ്യണം, അല്ലെങ്കിൽ ഇവളിത് ചെയ്തു അതേപോലെ തന്നെ ഞാനും ചെയ്യണം. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഒരു കോപ്പിയടിയിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷനും വരുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ക്രിയേറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ കോണ്ടന്റ് കോപ്പി അടിക്കുന്നു, അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? കോണ്ടന്റ് കോപ്പി ഒരു പുതിയൊരു കലയല്ല. സ്വന്തമോ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെയോ ബെസ്റ്റ് ഫ്രണ്ടിനെയോ അങ്ങനെയൊക്കെ തോന്നാലോ. കോണ്ടന്റ് കോപ്പിയുടെ ഒരു കലയല്ല, പുതിയൊരു സംഭവം അല്ലല്ലോ. പക്ഷെ ചില സ്ട്രീമിംഗ് ഇൻസ്പയർ ചെയ്യാം, അതെ, അത് വേറൊരാളായിട്ട് മാറുന്നത് കംപ്ലീറ്റ്ലി അത് മോശക്കേടാണ്. കാരണം നമ്മൾ ഒരു സംഭവം നമ്മുടെ ഐഡന്റിറ്റി ആക്കാൻ നോക്കുമ്പോൾ അത് ബാക്കിയുള്ളൊരു തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച തന്നെ നമ്മുടെ ചില ഐഡന്റിറ്റി ഒക്കെ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി അല്ലേ, അതൊക്കെ കോപ്പി അടിക്കുക എന്ന് പറയുന്നത് ശോകമാണ്. അതുകൊണ്ടുണ്ട്, തീർച്ചയായിട്ടും എല്ലാവരും ഒന്നുമില്ല. ബട്ട് ചില 1-2 പേരൊക്കെ ഉള്ളു, എല്ലാവർക്കും ആ സ്വഭാവം ഇല്ല. ഷോപ്പിലാണ് കോപ്പി അടിക്കുന്ന ആൾക്കാരുണ്ട്. അത് സ്വന്തം ഇൻഡിവിജ്വാലിറ്റി ഇല്ലാത്തവരാണ് കോപ്പി അടിക്കുന്നത് അല്ലേ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴേ ഈ ഒരു പരിധി നമുക്ക് ഇറിറ്റേറ്റ് ആവുമല്ലോ. ആ ഒരു സമയത്ത് നീ എങ്ങനെ റിയാക്ട് ചെയ്യാം? എനിക്ക് ആക്ച്വലി അങ്ങനത്തെ സിറ്റുവേഷൻ അങ്ങനെ ഒരു വട്ടം എന്തോ മറ്റോ വന്നിട്ടുള്ളൂ. ഞാനൊന്നും മൈൻഡ് ചെയ്യത്തില്ല അങ്ങ്. എന്നിട്ട് ഞാൻ അവരെക്കാളും ഇച്ചിരും കൂടെ നന്നായിട്ട് പുതിയ സാധനം ഞാൻ കണ്ടുപിടിച്ച് ഞാൻ ചെയ്യും. അപ്പൊ അവരതും കോപ്പി അടിക്കും. ഇല്ല, അത് പറ്റത്തില്ലല്ലോ. നമുക്ക് ഒരാൾക്ക് എല്ലാവർക്കും എല്ലാവരുടെയും നിന്റെ കഴിവ് എനിക്ക് കിട്ടുമോ? ഇല്ല, എല്ലാവരും ഇൻഡിവിജ്വൽ ആണ്. ഓരോരുത്തർക്കും ഉള്ള കഴിവ് അവരവർക്കേ ഉള്ളൂ. നമ്മുടെ ഇല്ലാത്ത കഴിവ് അങ്ങോട്ട് ഇറക്കുക. ഒരു എക്സ്ട്രാ കഴിവ് എന്തായാലും അപ്പുറം നിൽക്കുന്നവൻ എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എല്ലാവരും യൂണീക്കാണ്. ആ ഒരു യൂണീക്നെസ് അങ്ങ് ഫോക്കസ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ഗേൾസ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യം ഏറ്റവും കൂടുതൽ ഗേൾസിന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ നിങ്ങളെ കോപ്പി അടിക്കുന്ന ഒരു കോപ്പി ക്യാറ്റ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ് ബിലോ. ഇത് നിങ്ങൾ റീല് കട്ട് ചെയ്തിടണം കേട്ടോ. അതെ അതെ അതെ. ഓക്കെ, ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻ ഇനി അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് നടക്കുന്ന ഒരാളാണോ? ഇന്ന സമയത്ത് ഇന്നത് വേണം, ഇതിങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ചില കാര്യങ്ങൾ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.